2016 മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം. വാശിയേറിയ ത്രികോണ മത്സരമാണ് ഈ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ജില്ലയിലെ തന്നെ എണ്ണം പറഞ്ഞ 3-4 നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരങ്ങൾ തന്നെയാണ് നടക്കുന്നത്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം കൂടാതെ നിയമവും കഴക്കൂട്ടവുമാണ് CPM-ഉം BJP-യും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട മറ്റു മണ്ഡലങ്ങൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 2 മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വട്ടിയൂർക്കാവിനൊരു പ്രത്യേകതയുണ്ട്. ജാതി അടിസ്ഥാനത്തിലുള്ള ധ്രുവീകരണം ഏറ്റവും കൂടുതൽ സാധ്യമായ മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. അതായത് NSSൻ്റെ വലിയ സ്വാധീനം മണ്ഡലത്തിൽ കാണാൻ കഴിയും. എന്നാൽ ആ ഒരു സ്വാധീനത്തെ മറികടന്നുകൊണ്ടാണ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയായി, അതായത് 2019 ഉപതെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലും CPM സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VK പ്രശാന്ത് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. 2019 ഔപചാരികമായി വന്നുചേർന്ന നിയമസഭാ സ്ഥാനാർത്ഥിത്വമാണ് VK പ്രശാന്തിനെ അന്ന് വിജയത്തിലേക്ക് നയിച്ചത്. 2019 നടന്ന ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ, അതായത് 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM നേതൃത്വത്തിലുള്ള LDF കേരളത്തിൽ മികച്ച വിജയം നേടിയെങ്കിലും വട്ടിയൂർക്കാവിൽ വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിൽ അന്നുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി K മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുകയും മികച്ച ഭൂരിപക്ഷത്തിൽ, കൃത്യമായ കണക്ക് പറഞ്ഞാൽ 7622 വോട്ടുകൾക്ക് മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്തു. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തിയത് CPM ആയിരുന്നില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. BJP സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരനായിരുന്നു CPM സ്ഥാനാർത്ഥിയായ TN സീമയെ പിന്തള്ളി മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തിയത്. ഇലക്ഷനിൽ വട്ടിയൂർക്കാവ് ഉൾപ്പെടെ ജില്ലയിലെ 4 മണ്ഡലങ്ങളാണ് UDF നേടിയത്. ബാക്കി 10 മണ്ഡലങ്ങളിൽ LDF വിജയിക്കുകയായിരുന്നു. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നടന്ന നിർണായകമായ ഒരു നീക്കം UDFന് ലഭിച്ച തിരുവനന്തപുരം ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങൾ 3 കുറച്ചു. വടകര ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ K മുരളീധരനെ 2019 UDF നിയോഗിക്കുകയായിരുന്നു. ഒരർത്ഥത്തിൽ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ UDFന് ബോധ്യമായി. വടകര ലോക്സഭാ മണ്ഡലത്തിൽ K മുരളീധരൻ വിജയിച്ചെങ്കിലും പിന്നാലെ നടന്ന വട്ടിയൂർക്കാവ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം കോൺഗ്രസിന് നഷ്ടപ്പെടുകയായിരുന്നു. ജനകീയ പ്രവർത്തനങ്ങളിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ VK പ്രശാന്ത് മിന്നി നിന്ന സമയമായിരുന്നു ആ മത്സരം വന്നത്. അദ്ദേഹത്തിന് വട്ടിയൂർക്കാവ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നറുക്ക് വീഴുകയും ചെയ്തു. മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ VK പ്രശാന്ത് മണ്ഡലത്തിൽ വിജയിച്ചു. K മുരളീധരൻ തൻ്റെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രം വിജയിച്ച വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ K മോഹൻകുമാറിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, BJP സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരന് പകരമെത്തിയ BJP തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായിരുന്ന S സുരേഷ് 27,453 വോട്ടുകളോടെ പിന്നിലേക്ക് പോവുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് വിജയിച്ചത് 14,465 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ലോക്സഭാ MP ആയിരുന്ന K മുരളീധരന് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച VV രാജേഷിനെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വീണ S നായരെയും തോൽപ്പിച്ച് വീണ്ടും VK പ്രശാന്ത് വട്ടിയൂർക്കാവിൻ്റെ MLA ആയി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി K മുരളീധരനെ മത്സരിപ്പിച്ച UDF നീക്കം അമ്പേ പാളിയെന്നു തന്നെ വ്യക്തമാവുകയും ചെയ്തു. അതിനുശേഷം ഇതുവരെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറായി നിന്ന K മുരളീധരനെ പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കാരണം തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയും ആ മണ്ഡലത്തിൽ തോൽക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് താനിനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും വട്ടിയൂർക്കാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണെന്നും മുരളീധരൻ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്നുള്ള കോൺഗ്രസിൻ്റെയും UDFൻ്റെയും വിശ്വാസമാണത്. കാരണം കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം K മുരളീധരന് ഉറപ്പാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് K മുരളീധരൻ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കയ്യിൽ നിന്ന് പോയ വട്ടിയൂർക്കാവ് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. എന്നാൽ മുരളീധരൻ അല്ലാതെ മറ്റാര് അവിടെ മത്സരിച്ചാലും തങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ലെന്നും കോൺഗ്രസിനറിയാം. അതുകൊണ്ട് തന്നെയാണ് താൻ ഇനി വട്ടിയൂർക്കാവ് വിട്ട് എങ്ങോട്ടുമില്ല എന്ന മുരളീധരൻ്റെ പ്രസ്താവന കോൺഗ്രസ് നേതൃത്വം തത്വത്തിൽ അംഗീകരിച്ചത്. ഇത് ഏകദേശം 6 മാസങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല.
കെ മുരളീധരൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറല്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, വട്ടിയൂർക്കാവിന് പകരം സുരക്ഷിതമായ ഒരു നിയമസഭാ സീറ്റ് തനിക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പും മുരളീധരന് ലഭിച്ചിട്ടുണ്ട് ഒരു ഘടകകക്ഷിയിൽ നിന്നും. അതായത് വട്ടിയൂർക്കാവിൽ വീണ്ടും കോൺഗ്രസ് പ്രതിസന്ധി മുന്നിൽ കാണുകയാണ് എന്നർത്ഥം. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ നേമം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരുന്നു. അതായത് ഈ മണ്ഡലം UDF തങ്ങളുടെ ഘടകകക്ഷികൾക്കാണ് നൽകിയിരുന്നത്. അതുകൊണ്ടാണ് 2016 ഈ മണ്ഡലത്തിൽ BJP വിജയിച്ചത് എന്നൊരു ആരോപണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയരുകയും ഘടകകക്ഷിക്ക് പകരം കോൺഗ്രസ് മണ്ഡലം ഏറ്റെടുക്കാൻ സമ്മർദ്ദമുണ്ടാവുകയും ചെയ്തു. അതിന് പ്രകാരം വടകര ലോക്സഭാ MP-യായ മുരളീധരൻ നേമം മണ്ഡലത്തിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയുമായിരുന്നു. മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്താണ് മുരളീധരൻ എത്തിയത്. എന്നാൽ കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസിന് തന്നെ വീണതിനാൽ CPM അവിടെ വിജയിക്കുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും മുരളീധരന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ വട്ടിയൂർക്കാവിൽ മുരളീധരന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം തൻ്റെ മണ്ഡലമായിരുന്നു എന്നുള്ളത് തന്നെ പ്രധാനം. മാത്രമല്ല, നായർ സമുദായത്തിൻ്റെ നല്ല പിന്തുണയും തനിക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസവും. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VK പ്രശാന്തിനെ അട്ടിമറിക്കാൻ തനിക്കാകുമെന്ന് മുരളീധരൻ കരുതിയിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലം ഉൾപ്പെടുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJP വലിയ മുന്നേറ്റമാണ് നടത്തിയത്. ഇതിനെ തുടർന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്നും ജനവിധി തേടുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതോടെയാണ് കെ മുരളീധരൻ അപകടം മണത്തത്. ജനകീയനായ MLA VK പ്രശാന്ത് LDF സ്ഥാനാർത്ഥിയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥിയായും മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ നേമം മണ്ഡലത്തിൽ 2021 തനിക്ക് സംഭവിച്ചത് വീണ്ടും ആവർത്തിക്കുമെന്ന ഭയം കെ മുരളീധരനുണ്ട്. മാത്രമല്ല, ഇനി ഒരിക്കൽ കൂടി ഒരു പരാജയം തനിക്ക് സംഭവിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ടുള്ള തൻ്റെ രാഷ്ട്രീയ ജീവിതം ബുദ്ധിമുട്ടാകുമെന്ന തിരിച്ചറിവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് കൂടിയാണ് കെ മുരളീധരൻ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ 2026 മത്സരിക്കുന്നില്ല എന്ന തീരുമാനം ഇപ്പോൾ തത്വത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചനകൾ. മാത്രമല്ല, തനിക്ക് സുരക്ഷിതമായ മണ്ഡലം എന്ന നിലയ്ക്ക് വടക്കൻ കേരളത്തിലെ പ്രശസ്തമായ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സന്നദ്ധതയും മുരളീധരൻ അറിയിച്ചിട്ടുണ്ട്. 2006 മുതൽ തുടർച്ചയായി CPM വിജയിച്ചു വരുന്ന തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലാണ് കെ മുരളീധരൻ 2026 മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് എന്നാണ് സൂചനകൾ. കഴിഞ്ഞയാഴ്ച ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുരളീധരൻ ഗുരുവായൂർ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചത്. താങ്കൾ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് ഇനി പ്രവർത്തിക്കുമെന്ന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പറഞ്ഞിരുന്നല്ലോ എന്ന കാര്യം അവതാരിക ചൂണ്ടിക്കാട്ടിയപ്പോൾ താൻ വട്ടിയൂർക്കാവിൽ 8 വർഷം MLA ആയിരുന്ന ആളാണെന്നും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ താൻ അവിടെ ചെയ്തിട്ടുണ്ടെന്നും കെ മുരളീധരൻ മറുപടി പറയുന്നുണ്ട്. പക്ഷേ അതേസമയം സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ലെന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. എവിടെ മത്സരിക്കണം, എവിടെ മത്സരിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാമെന്നാണ് അപ്പോൾ മുരളീധരൻ പറയുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ അജണ്ട 2025 അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അതിനായുള്ള വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ടെന്ന് മുരളീധരൻ വ്യക്തമാക്കുന്നു. ഈ സമയത്താണ് അവതാരിക മറ്റൊരു ചോദ്യം ഉന്നയിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിച്ചത് തൃശൂർ മണ്ഡലത്തിലായിരുന്നു എന്നും അവിടെ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് ഗുരുവായൂരാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നതെന്നും അതുകൊണ്ട് വട്ടിയൂർക്കാവിനേക്കാൾ സുരക്ഷിതമായ മണ്ഡലം ഗുരുവായൂർ ആണോ എന്ന ചോദ്യമാണ് അവതാരിക ഉന്നയിക്കുന്നത്. ഗുരുവായൂരിൽ സ്ഥിരമായിട്ട് മുസ്ലിം ലീഗാണ് UDFന് വേണ്ടി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോപ്പ് പ്രയോറിറ്റി അവർക്ക് തന്നെയാണ്. പക്ഷേ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ ഉണ്ട്. സീറ്റുകൾ വെച്ചുമാറുന്ന തരത്തിലുള്ള ചർച്ചകൾ വന്നിട്ടില്ല, ചിലപ്പോൾ വന്നേക്കും. പിന്നെ സ്വാഭാവികമായിട്ടും ഏറ്റവും പ്രതികൂല സാഹചര്യത്തിൽ എനിക്ക് ലീഡ് തന്ന നിയോജക മണ്ഡലത്തിനോട് ഒരു സ്നേഹമുണ്ട്. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഗുരുവായൂരപ്പൻ്റെ ആസ്ഥാനമാണ്. മുസ്ലിം ലീഗുമായി കോൺഗ്രസ് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചപ്പോഴാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് 7000-ൽ പല വോട്ടിന് ലീഡ് എനിക്ക് കിട്ടിയത്. അതൊരിക്കലും മറക്കുന്നില്ല എന്നാണ് മുരളീധരൻ പറയുന്നത്. അതായത് മണ്ഡലം വച്ചുമാറുന്ന രീതിയിൽ ചില ആലോചനകൾ ഉണ്ടെന്ന് തന്നെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് മുരളീധരൻ്റെ സംസാരത്തിലൂടെ വ്യക്തമാകുന്നത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഗുരുവായൂർ ഒഴിച്ചുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മുരളീധരൻ പിന്നിൽ പോയിരുന്നെങ്കിലും ഗുരുവായൂർ മണ്ഡലത്തിൽ മുരളീധരൻ 7406 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടുകയായിരുന്നു.
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന് മനസ്സിലായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം തനിക്ക് സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവ്. രണ്ട്, ലീഗിന്റെ പിന്തുണയുണ്ടെങ്കിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ തനിക്ക് വിജയിക്കാൻ കഴിഞ്ഞേക്കുമെന്നുള്ള പ്രതീക്ഷ. ഈ തിരിച്ചറിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വട്ടിയൂർക്കാവ് ഒഴിവാക്കി താൻ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയേക്കും എന്ന സൂചനകൾ കെ മുരളീധരൻ നമുക്ക് തരുന്നതും.